ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൺഫ്യൂഷനും ഇന്ത്യ മുന്നണിക്ക് ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. അപ്പൊ നരേന്ദ്രമോദി അത് ചെയ്യുന്നത് വേറെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും അഭിപ്രായങ്ങൾ അദ്ദേഹം ഒന്നുകിൽ രൂഢമാക്കുകയോ അല്ലെങ്കിൽ ഒരു അല്പം ഡൈല്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ അല്പം വെള്ളം ചേർത്ത് പറയുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പിനെ നന്നായി പഠിച്ചതുകൊണ്ടാണ്. ഈ തരത്തിലുള്ള രാഷ്ട്രീയം ഒരു പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, അല്ല ഇടതുപക്ഷമല്ല, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി മാറി രാഷ്ട്രീയത്തിലേക്ക് വിശാലമായ തരത്തിൽ വളർന്നു വരാൻ കിട്ടുന്ന ഒരു സാഹചര്യമാണിത്. ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം തന്നെയാണ് 8-ാം തീയതിക്ക് മുന്നായി ജനങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. പലതരത്തിലുള്ള വെല്ലുവിളികൾ തന്നെയാണ് നിലവിൽ BJP അഭിമുഖീകരിക്കുന്നത്. ഇതിനെയൊക്കെ തരണം ചെയ്യാൻ BJPക്ക് സാധിക്കുമോ? ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, പിണക്കങ്ങളാണ് നിലവിൽ മുന്നിലുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് പരിശോധിക്കാവുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മളോടൊപ്പം ഡോക്ടർ പി അനിൽകുമാർ ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ BJP ഏറ്റവും അധികം നേരിടുന്ന വെല്ലുവിളി എന്ത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. കാരണം തിരഞ്ഞെടുപ്പിന് മുൻപ് നേരിട്ട വെല്ലുവിളിയേക്കാൾ കൂടുതൽ വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ നേരിടുന്നത്. കിറാമുട്ടിയായി തന്നെ മാറുകയാണോ? തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നം എന്നുള്ളത് BJPയുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് പ്രീപോൾ അലയൻസ് ഉണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് TDPയുമായും JDUവുമായും. ഒരുപക്ഷെ അതിൽ കാണിച്ച ഒരു ചാണക്യതന്ത്രം BJPക്ക് അനുകൂലമായി മാറി എന്നുള്ളതാണ്. പൊതുവെ 400 സീറ്റ് എന്നുള്ള വലിയ അജണ്ട BJPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഒരുപക്ഷെ ഉത്തർപ്രദേശ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ അവിടുത്തെ പോരായ്മ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം, ഈ 400 സീറ്റ് എന്നുള്ള അജണ്ടയെ മുൻനിർത്തി BJP പ്രചരണം നടത്തിയപ്പോൾ എന്തിനാണ് ഈ 400 സീറ്റ്? ആ 400 സീറ്റ് വന്നാൽ ഭരണഘടനയെ അട്ടിമറിക്കില്ലേ? ഭരണഘടനയെ പൊളിച്ചെഴുതാൻ സാധ്യതയില്ലേ? അതുവഴി അവിടുത്തെ OBC പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നഷ്ടപ്പെടില്ലേ എന്നൊക്കെ ഇന്ത്യ മുന്നണി ഉയർത്തിയ ചോദ്യങ്ങൾ അത് BJPയെ വല്ലാണ്ട് അവിടെ ബാധിച്ചു എന്നുള്ളതാണ്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് BJPക്ക് ഉള്ളിൽ, ഞാനത് പ്രത്യേകമായി പറയാൻ കാരണം ഇപ്പോൾ തന്നെ പല പോസ്റ്റുകളും വന്നു തുടങ്ങി. അവിടെ യോഗി ആദിത്യനാഥ് പറഞ്ഞ പേരുകൾ കൊടുത്ത സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന്, കാരണം പല മണ്ഡലങ്ങളിലും ഒരിക്കലും അവിശ്വസനീയമാം വിധം BJPക്ക് നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ്. മാത്രമല്ല, നമ്മൾ പൊതുവെ വിലയിരുത്തലുകളിലൊക്കെ ബാക്കിയുള്ള എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെ, എക്സിറ്റ് പോളുകൾ നേരിയ തോതിൽ പല തിരിച്ചടികളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ട്രെൻഡുകൾ അവർ പ്രവചിച്ചതുപോലെയാണ് മിക്കപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഉത്തർപ്രദേശിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റുകൾ നഷ്ടപ്പെട്ടതോടുകൂടി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഹിന്ദി ഹൃദയഭൂമി ആയിരുന്നു നേരത്തെ BJPയെ താങ്ങി നിർത്തിയിരുന്നുവെങ്കിൽ തെക്കേന്ത്യ ബാലികേറ മലയായിരിക്കും എന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണ് ഇപ്പോൾ BJPയെ നിലനിർത്തുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുതിയ സ്ഥലത്തേക്ക് കടന്നു കയറാൻ BJPക്ക് കഴിഞ്ഞത് നിരവധി കൂട്ടുകക്ഷികളിലൂടെയാണ്. BJP എപ്പോഴും അങ്ങനെയായിരുന്നു, കൂട്ടുകക്ഷികളിലൂടെ അധികാരത്തിൽ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് കയറുക എന്നുള്ളതാണ്. കേരളത്തിലും അത് ബാധകമാണ്. BDJS-മായി ഉണ്ടാക്കിയ സഖ്യമാണ് ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ വലിയ വോട്ടിന് ഇപ്പോൾ കാരണമായത്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ആ വോട്ടുകളൊന്നൊക്കെ നമുക്ക് പറയാം, അതൊന്നും ആരുടെയെങ്കിലും പ്രത്യേക നിർദ്ദേശപ്രകാരം മാറുന്ന വോട്ടുകളല്ല എന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും ഒരുപക്ഷെ ഈ ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ഉണ്ടാക്കുന്ന സഖ്യങ്ങൾ അത് കാലക്രമേണ പടിപടിയായി ഉയർന്ന് ആ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ആശയപരമായി നയപരമായി വിയോജിപ്പുള്ള സ്ഥാനാർത്ഥികൾ, മത്സരിച്ച് ജയിച്ചവർ, മുന്നണികൾ, ഇവരുമായി ഒത്തുചേർന്ന് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒത്തുചേർന്ന് പോകുന്നതിൽ തന്നെ പ്രധാനമായ ഒരു കാര്യം പറയേണ്ടത്, ഇപ്പോൾ നിതീഷ് കുമാർ അതുപോലെ തന്നെ നായിഡു, ഇവർ രണ്ടുപേരും തന്നെയാണ് കിങ് മേക്കേഴ്സ്. അപ്പോൾ നിലവിൽ ഇവരുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് പല വിയോജിപ്പും മോദി സർക്കാരിനുണ്ട്, അവരുടെ അജണ്ടയ്ക്കുണ്ട്. പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇപ്പോൾ നമുക്ക് പറയാവുന്നതാണ് ജാതി സെൻസസ്, ഇതടക്കമുള്ള വിഷയങ്ങൾ. ഒപ്പം അഗ്നിവീർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് മറികടക്കാനായി മോദി? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നയപരമായ വ്യത്യാസങ്ങൾ വളരെയേറെ നിലനിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ പരിശോധിച്ചാൽ മോദിയെ പ്രധാനമന്ത്രിയാക്കിയാൽ തങ്ങൾ കൂടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് മോദി പ്രധാനമന്ത്രി ആയപ്പോൾ വിട്ടുപോയ ആളാണ് നിതീഷ് കുമാർ. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകിയില്ല എങ്കിൽ അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ 2018 മന്ത്രിസഭ വിട്ടുപോയ ആളാണ് ചന്ദ്രബാബു നായിഡു.
അപ്പൊ അതുകൊണ്ട് നയപരമായ വ്യത്യാസങ്ങൾ രൂഢമൂലമായിരിക്കുന്ന ഒരു സഖ്യമാണിത്. വേണമെങ്കിൽ നമുക്ക് 2-3 പ്രബലമായിട്ടുള്ള നയങ്ങളൊന്ന് പരിശോധിക്കാം. ജാതി സെൻസസ് എടുക്കുക. ഒരുപക്ഷെ BJP ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ച ഒന്നാണത്. ഉത്തർപ്രദേശിൽ പോലും ഈ ജാതി സെൻസസിന്റെ പ്രഖ്യാപനം തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉത്തർപ്രദേശിന് BJPക്ക് കുറെ സീറ്റുകൾ നഷ്ടപ്പെടുത്തിയത്. പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. കാരണം അതുവഴി അവിടുത്തെ OBC ജനവിഭാഗങ്ങളുടെ ഇടയിലും പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഇടയിലും സമാജ്വാദി പാർട്ടിക്ക് കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ അത് നോക്കുക, കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം എത്ര ഭംഗിയായാണ് ആ വോട്ടുകൾ ഉറപ്പുവരുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്ഥാനാർത്ഥി നിർണയത്തിലും ചില വീഴ്ചകൾ BJPക്ക് പറ്റിയിട്ടുണ്ട് അവിടെ എന്ന് ഇപ്പോൾ നമുക്ക് പറയേണ്ടി വരും. ഒരുപക്ഷെ പ്രാദേശികപരമായി ആ പൾസ് മനസ്സിലാക്കാതെ പോയിട്ടുണ്ടോ എന്നുള്ളൊരു വിമർശനം അവിടെയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, മോരും മുതിരയുമാണ് ഈ സഖ്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില പദ്ധതികളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതി സെൻസസ് ബീഹാറിൽ നടപ്പിലാക്കിയ ആളാണ് നിതീഷ് കുമാർ. അതുപോലെ തന്നെ ജാതി സെൻസസ് ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും അത് ജാതി സെൻസസ് വഴി ഉണ്ടാകുന്ന നേട്ടം രാജ്യത്തിന്റെ മുഴുവൻ പുരോഗതിക്ക് അനുകൂലമാകും, അതുകൊണ്ട് അത് നടപ്പിലാക്കും നരേന്ദ്രമോദി ഇനി വരുന്ന വേളകളിൽ എന്ന് JDUവിന്റെ തന്നെ ചില പ്രതിനിധികൾ ഇപ്പോൾ പ്രസ്താവനകൾ ഇറക്കി കഴിഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, അപ്പോ ജാതി സെൻസസുമായി വളരെയധികം ഇവരുടെ താല്പര്യങ്ങൾ ചേർന്ന് നിൽക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സഖ്യത്തിന് അങ്ങനെ ഒരു നയമല്ല BJPയുടേത്. പിന്നോക്ക അവസ്ഥ പരിഗണിച്ച് വേണം അത് നൽകുവാൻ. ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് എന്നുള്ളൊരു നയമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. മതാടിസ്ഥാനത്തിലുള്ള ഒരു സംവരണത്തെ കുറിച്ചല്ല BJP സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശിൽ ഒരു കാര്യമുണ്ട്, മുൻപ് 4% സംവരണം കൊടുത്ത മുസ്ലിങ്ങൾക്ക് 4% സംവരണം കൊടുത്തിട്ട് അത് തിരിച്ച് നടപ്പിലാക്കണം, അത് കൂടുതൽ ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നാണ് ചന്ദ്രബാബു നായിഡു ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ BJP എങ്ങനെ സഹകരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഒന്നാണ്. ഇനി മറ്റൊരു നയം എടുക്കാം. അപ്പൊ ജാതി സെൻസസ് മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിവാദമായ മറ്റൊന്നാണ് പൗരത്വ ബിൽ. പൗരത്വ ബില്ലിന്റെ കാര്യത്തിൽ നമുക്കറിയാം, അവസാന നിമിഷം പോലും പശ്ചിമ ബംഗാളിൽ വോട്ട് പിടിക്കാനായി അവിടുത്തെ 2 പ്രധാനപ്പെട്ട മുതുവ വംശത്തിന്റെയും രാജവംശീയ വംശത്തിന്റെയും ഒക്കെ വോട്ടുകൾ പിടിക്കാൻ വേണ്ടി അവിടെ പൗരത്വ ഭേദഗതി ബില്ലിൽ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ പോലും ഇല്ലാതെ നേരിട്ടിടപെട്ട് നടപ്പിലാക്കിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു വിഭാഗം വോട്ടുകളുടെ ഉറപ്പുവരുത്താൻ വേണ്ടി BJP അത്ര ശ്രദ്ധയോടെ ചെയ്തതായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശക്തമായി നഖശിഖാന്തം എതിർത്ത പാർട്ടികളാണ് ഇതര പാർട്ടികൾ. പ്രത്യേകിച്ച് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് അവർ ഉയർത്തിയത്. അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകുവാൻ BJP അനുവദിക്കും എന്ന് തോന്നുന്നില്ല. അപ്പം അക്കാര്യത്തിലും ഇവർ തമ്മിൽ നയപരമായ വ്യത്യാസങ്ങൾ പുലർത്തുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, സാമ്പത്തിക രംഗത്തിലും BJPക്ക് ഒരിക്കലും അതിന്റെ നയങ്ങളിലേക്ക് പുറകോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. കാരണം നയപരമായ കാര്യങ്ങൾ BJP ഏതാണ്ട് ഒരു പകുതി കാര്യങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന. പല സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന എന്ന് പറയുന്നത് അവരുടെ പ്രഖ്യാപിത നയമാണ്. എന്നാൽ 101% ഓഹരി വിൽപ്പനയെ എതിർക്കുന്ന ആളാണ് നിതീഷ് കുമാർ. അപ്പം സാമ്പത്തികപരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളും അവർ തമ്മിലുള്ള അഭിപ്രായം ഐക്യം ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. പൗരത്വ രജിസ്റ്ററിന്റെ കാര്യം എടുത്താൽ അതിനകത്തില്ല, ജാതി സെൻസസിന്റെ കാര്യം എടുത്താൽ അതിലില്ല, ഈ പറയുന്ന സാമ്പത്തികപരമായ കാര്യങ്ങളിലില്ല. ഇങ്ങനെ ഒട്ടുമിക്ക നയങ്ങളിലും നയപരമായി, അതുപോലെ തന്നെ ഈ 2 പേരും വരുന്ന എന്താ ആവശ്യമായിട്ടാ ഇപ്പൊ അവര് ഭൂരിപക്ഷം കിട്ടിയപ്പോ ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും എല്ലാം മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്നാൽ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്നുള്ളതാണ്. ആ പദവി കൊടുക്കാത്തത് കൊണ്ട് മന്ത്രിസഭ ഇട്ട ആളാണ് അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് മാറിയുന്ന ആളാണ് നായിഡു. ആ നായിഡു ഈ ആവശ്യവുമായിട്ടാണ് BJPയുടെ അടുത്തേക്ക് വരുന്നത്. അതിലൊരു കോംപ്രമൈസും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്ന് രാഷ്ട്രീയപരമായി എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിലവിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ല, അതിനകത്ത് ഒരു കാര്യം കൂടി, അതിനകത്ത് രസകരമായ കാര്യം, ഈ ആന്ധ്രാപ്രദേശിന് BJPക്ക് ഒരു പ്രത്യേക നയമുണ്ട്. അതിനകത്ത് BJP 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയുണ്ട്. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ BJP പറയുന്നത് അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി കൊടുക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. അത് പിന്നോക്കാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ കണക്കുകളൊക്കെ പരിശോധിച്ച് വേണം അത് നൽകാനെന്നുള്ളതാണ്. അപ്പൊ BJPയുടെ ആ നയം ഒരുപക്ഷെ അവര് ഇപ്പൊ ചില കേന്ദ്രങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, ഒരുപക്ഷെ സംസ്ഥാന പദവി കൊടുക്കാതെ തന്നെ കുറച്ച് സാമ്പത്തികപരമായ വിട്ടുവീഴ്ചകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാം. അപ്പൊ BJP നയപരമായി ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ഈ നടപടികളിൽ നിന്ന് പിന്നോക്കം പോകുമോ എന്ന് ചോദിച്ചാൽ അത് BJPയുടെ നയങ്ങളിൽ അടിസ്ഥാനപരമായി വെള്ളം ചേർക്കലായിരിക്കും. ഒരു പോയിന്റും കൂടി പറഞ്ഞു നടത്താം, ഇനി മോദി ഗ്യാരണ്ടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം മോദി ഗ്യാരണ്ടി ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നേരത്തെ ജമ്മു കാശ്മീരിന്റെ കാര്യമായാലും പൗരത്വ ഭേദഗതിയായ പൗരത്വ നിയമമായാലും ഇതൊക്കെ ഒരു നാഷണൽ അജണ്ടയുടെ ഭാഗമായി നടപ്പിലാക്കിയതാണ് BJP.
അപ്പൊ ആ നയങ്ങളെ പോലെയുള്ള, അപ്പൊ അതിനൊരു ഒരു ഉദാഹരണം പറയാം, യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം അവരുടെ പ്രഖ്യാപിത നയമാണ്. അപ്പൊ ഈ നയങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയത്തിലും ഈ ഗ്യാരണ്ടി, അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കിയെടുത്ത് വളരെ വലിയൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്ത്, ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇത്രയും നാൾ ഒരു പാർട്ടി സംസാരിച്ചിട്ടുള്ളതല്ല. ആ ഗ്യാരണ്ടി അങ്ങനെ അവർക്ക് പറയാൻ പറ്റിയത് ചില കാര്യങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ, തെരഞ്ഞെടുപ്പ് ഇതിൽ പറഞ്ഞിട്ടുള്ള, പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പാർട്ടിയുടെ അല്ല, പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി. തീർച്ചയായിട്ടും അത് പ്രധാനമന്ത്രിയുടെ ആയി പോലും വ്യാഖ്യാനം. പക്ഷെ അടിസ്ഥാനപരമായ ബി.ജെ.പിയുടെ അജണ്ട തന്നെയാണ്. അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു വ്യക്തമായ കേവല ഭൂരിപക്ഷം ബി.ജെ.പി നേടിയെടുത്തുകൊണ്ടാണ് അത് സാധിച്ചത്. പക്ഷെ ഇവിടെ പ്രശ്നം, ഈ നയങ്ങളുമായി ബി.ജെ.പിക്ക് മുന്നോട്ട് പോയെങ്കിലേ മുന്നോട്ട് അതിന്റെ ഇതുവരെയുള്ള പോക്കിൽ സാധിക്കൂ എന്നുള്ളതാണ്. ബി.ജെ.പി ആയാലും ബി.ജെ.പി നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനായാലും ഒക്കെ ചില ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, അവരുടെ നയങ്ങൾക്കൊരു തുടർച്ചയുണ്ട്. ആ തുടർച്ചയിലൂടെ ഒരു ഭരണം സാധ്യമാകുമോ, ആ ഗ്യാരണ്ടി ഉറപ്പുവരുത്താൻ കഴിയുമോ, ആ രീതിയിൽ രാജ്യത്തിന്റെ പുരോഗതി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ അവകാശം ഉണ്ട്. അതുപോലെ ബി.ജെ.പി കരുതുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മന്ത്രിസഭയേക്കാൾ എണ്ണം കുറഞ്ഞൊരു മന്ത്രിസഭ കൊണ്ടുവരാനാണ് നരേന്ദ്രമോദി ആഗ്രഹിച്ചത്. ആദ്യ തിരിച്ചടി അവിടെ നിന്നായിരിക്കും. കാരണം ഇപ്പൊ തന്നെ 10-15 കൂട്ടുകക്ഷികളുണ്ട്, ജെഡിയും നിതീഷ് കുമാറും കൂടാതെ. ഒരു കാര്യം എന്ന് പറയുന്നത് 240 സീറ്റ് ബി.ജെ.പിക്ക് ഉണ്ട്. അതെ, ഏകദേശം 32 സീറ്റുകൾ കൂടി ഉണ്ടെങ്കിലേ കേവല ഭൂരിപക്ഷത്തിലോട്ട് എത്താൻ പോലും സാധിക്കും. തീർച്ചയായിട്ടും പിണങ്ങാനായി കാരണം നോക്കിയിരിക്കുന്ന നിരവധി ആളുകളെ ചേർത്താണ് കൂട്ടുകക്ഷി ഉണ്ടാകുന്നത്. 5 കൊല്ലം വഹിക്കാൻ കഴിയും. അല്ല, ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ചോദ്യം. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ഇതുപോലെ കൊലേഷൻ പൊളിറ്റിക്സിൽ പല മെയ്വഴക്കങ്ങളും പല അനുഭവങ്ങളും ഉണ്ട്, പലതുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. കോൺഗ്രസ് പാർട്ടി പല നയങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യും. ആ കോംപ്രമൈസ് ചെയ്യുമെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് പാർട്ടി അടിസ്ഥാനമായി നിന്നു പോകുന്ന ഒരു പാർട്ടിയല്ല, നയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോകുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും ഒരു ആശയാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടൊരു പാർട്ടിയല്ല. അത് പിന്നീട് അത് നയിച്ച ആളുകളുടെ ആശയങ്ങളാണ് ആ പാർട്ടിയുടെ ആശയങ്ങളായിട്ട് മാറിയത്. ഏവോഹ്യവും പാർട്ടി സ്ഥാപിക്കുമ്പോൾ പിന്നീട് അതുകൊണ്ടാണ് പിന്നീട് ഗാന്ധി പറഞ്ഞത് അത് പിരിച്ചുവിടണമെന്ന് പറഞ്ഞത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ദേശീയ പ്രസ്ഥാനമായിട്ടാണ് വന്നത്. ഒരു രാത്രി കൊണ്ട് ഉള്ള പൊളിറ്റിക്കൽ വാക്കും സ്വാതന്ത്ര്യ കിട്ടപ്പം നികത്താനായിട്ട് അത് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. അപ്പൊ കോൺഗ്രസിന് നയങ്ങൾ, മുദ്രാവാക്യങ്ങൾ, പദ്ധതികൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി വന്നത്. ബി.ജെ.പി അങ്ങനല്ല. ബി.ജെ.പിക്ക് ചില പ്രത്യേകപരമായിട്ടുള്ള നയങ്ങൾ, ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ നയങ്ങളെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ബി.ജെ.പിക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. മറ്റൊന്ന്, ഈ താല്പര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഈ 2 പേരെ നഷ്ടപ്പെട്ടാൽ ബി.ജെ.പിക്ക് ഭരണം നിലനിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2 പേർക്കാവട്ടെ വമ്പൻ ഓഫറുകൾ കിട്ടാവുന്ന സാഹചര്യമുണ്ട്. ശരിയാണ്. പക്ഷെ ഇന്ത്യ മുന്നണിയുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2 പേരും കൂടി ചെന്നാലും പിന്തുണ തികയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ, ഒരു കുതിരക്കച്ചവടത്തിന് ഇപ്പൊ അവര് തയ്യാറാവാത്തതിന്റെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാം. കാരണം ഇവരെ കൂടി ചേർത്താലും ഭരണം പിടിക്കാൻ സാധ്യമല്ല. മാത്രമല്ല, ജനങ്ങൾ ഒരു മാൻഡേറ്റ് ഇപ്പം നൽകിയത് നല്ലൊരു പ്രതിപക്ഷമാകാനാണ്. അപ്പൊ ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. മാത്രമല്ല, അറിയാം നിതീഷ് കുമാർ 10 വർഷത്തിന് 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചൊരു കുഞ്ഞിരാമനാണെന്ന് എല്ലാവർക്കും അറിയാം. ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ശക്തിയായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു, സ്വന്തം മകനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ വ്യക്തമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് അപ്പുറത്തേക്ക് പോയാൽ ചില സാധ്യതകളും ഉണ്ട്. ഇപ്പൊ തന്നെ ഉപപ്രധാനമന്ത്രി പദം വരെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് തുടക്കത്തിൽ അതിന്റെ സഖ്യകക്ഷികൾ വഴി നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അപ്പുറത്തൊരു, ഇവിടെ നിന്നൊരു വിഭാഗം കൂടി അപ്പുറത്തേക്ക് പോയാൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ ബി.ജെ.പിയിൽ ഒരു സഖ്യകക്ഷി മാത്രമേ അല്ല, പല സഖ്യകക്ഷികളും ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഒരു ആകപ്പാടെ ബി.ജെ.പി കേൾക്കുന്ന ഒരു പ്രതീക്ഷ, അപ്പുറത്ത് ചാടിക്കുന്നതിനേക്കാൾ നന്നായി അവിടെ ഉള്ളവരെ ഇപ്പുറത്ത് ചാടിക്കാനും ബി.ജെ.പിക്ക് അറിയാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അവിടെ ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, ബി.ജെ.പിക്ക് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആളുകളെ അടർത്തി മാറ്റിക്കൊണ്ട് വന്നാൽ അവർ ചോദിക്കുന്ന ഡിമാൻഡ് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യ മുന്നണിക്ക് സംബന്ധിച്ചിടത്തോളം ഒന്നും നോക്കാനില്ല, പ്രധാനമന്ത്രി പദമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് ചാടിച്ചു കൊണ്ടുപോയാൽ വേണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കാൻ അവർ തയ്യാറാവും. അപ്പൊ അതുകൊണ്ട് ഈ നിൽക്കുന്ന കക്ഷികളെ ചാടിക്കാൻ കുറെ കൂടി എളുപ്പം ഇന്ത്യ മുന്നണിക്കാണ്, എൻ.ഡി.എ മുന്നണിക്കല്ല. അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. പിന്നെ അധികാരത്തിൽ ഒട്ടും വരാത്ത പിന്നെ ഇപ്പം 7 സ്വതന്ത്രന്മാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് ഇങ്ങനെ, അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ചോദ്യം വളരെ പ്രസക്തമാണ്. 5 വർഷം തയ്ക്കാൻ കഴിയുമോ എന്നുള്ളതാണ്.
എനിക്ക് നമ്മൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഈഫ് ആൻഡ് ബട്ട് എന്നൊരു സാധനമില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നുമില്ല. സ്ഥിരമായ മിത്രങ്ങളോ ശത്രുക്കളോ ഒന്നും രാഷ്ട്രീയത്തിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ രാഷ്ട്രീയം, ഈ കൂട്ടുകെട്ടിന്റെ BJP-യുടെ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഈ രാഷ്ട്രീയം അത് എങ്ങനെ വിധേയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഇതുവരെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികം അറിഞ്ഞിട്ടില്ല. ഈ മെയ്വഴക്കം BJP കാണിക്കുമോ എന്നുള്ളതാണ്. സഖ്യകക്ഷികളുടെ ഈ വിശാലമായിട്ടുള്ള ഇപ്പം തന്നെ ആദ്യം BJP എടുത്ത നിലപാട് അതിന്റെ പ്രധാന വകുപ്പുകൾ ഒന്നും തന്നെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷെ പ്രധാനപ്പെട്ട 5 വകുപ്പുകൾ ഇതിനോടകം തന്നെ ചോദിച്ചു. തീർച്ചയായിട്ടും അവർ പറഞ്ഞത് പ്രതിരോധം, സാമ്പത്തികം, റെയിൽവേ, IT ഈ മേഖലകളൊന്നും BJP വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അത് പ്രധാന വകുപ്പുകൾ BJP-ക്ക് തന്നെ എന്നുള്ള തരത്തിലാണ് തുടക്കത്തിൽ അവരുടെ തീരുമാനങ്ങളിലേക്ക് പോയതായിട്ട് വാർത്തകൾ വന്നത്. പക്ഷെ അതേ വകുപ്പുകളാണ്, പല വകുപ്പുകളാണ് ഇപ്പൊ ഘടകകക്ഷികൾ ചോദിച്ചിരിക്കുന്നത്. സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഇത് തന്നെ ഒരു ടെസ്റ്റ് ഡോസ് ആണ്, തുടക്കം തന്നെ ഒരു ടെസ്റ്റ് ഡോസ് ആണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണമാണ്. അതായത് ഈ സമ്മർദ്ദത്തിന് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ നേരത്തെ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ഭൂരിപക്ഷം ഇല്ലായ്മയിലേക്ക് ചുരുങ്ങിയ BJP-യെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് പ്രാദേശിക കക്ഷികൾക്ക് അടിപ്പെടാൻ കഴിയും, കാരണം അതിന്റെ സംവിധാനത്തിൽ എത്രമാത്രം ആ കോംപ്രമൈസുകൾക്ക് വിധേയമാകാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. BJP-യുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ പോയ സന്ദർഭങ്ങളിലൊന്നും BJP-ക്ക് ഭരണം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രത്തിൽ ബോധ്യപ്പെടും. ആ അവസ്ഥ മാറ്റാൻ BJP പരിശ്രമിക്കുമോ അതോ BJP വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയം കാത്തിരുന്ന് പരിശോധിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇവരുടെ ചോദ്യങ്ങൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ആയാലും അതുപോലെ തന്നെ നിതീഷ് കുമാർ ആയാലും മുന്നോട്ട് വെക്കുന്ന നയങ്ങളെല്ലാം തന്നെ ഒരർത്ഥത്തിൽ BJP നയങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള നയങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ ഇപ്പം തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അഗ്നിവീർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ അതിലൊക്കെ ഈ ഗ്യാരണ്ടി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ഇന്ത്യൻ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കണ്ടേ മതിയാവും. അങ്ങനെ സംഭവിച്ചാൽ മോദി ഇതുവരെ നൽകിയ ഗ്യാരണ്ടി ഒക്കെ തന്നെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം. തീർച്ചയായിട്ടും അല്ല, പിൻവലിക്കുക എന്നുള്ളതല്ല, നടപ്പിലാക്കാനുള്ള സാഹചര്യം ഇല്ലാതാകും എന്നുള്ളതാണ്. അത് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഗുണമാകും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. ഇന്ത്യ മുന്നണി ആദ്യം തന്നെ വാർത്തകൾ വന്നത്, അതിൽ നിന്ന് മമതാ ബാനർജി ആയാലും ശരത് പവാർ ആയാലും അതിലുള്ള നേതാക്കന്മാരൊക്കെ ഇപ്പുറത്ത് അവരുടെ പഴയ സുഹൃത്തുക്കളെയൊക്കെ ബന്ധപ്പെട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മളെല്ലാവരും വാർത്തകളിൽ കണ്ടതാണ്. പക്ഷേ അതിലൊരു വലിയ ഒരു ചുവടുവെപ്പ് കോൺഗ്രസ് പാർട്ടി നടത്തിയില്ല എന്നുള്ളത് വാസ്തവമാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അങ്ങനെ ഒരു നേട്ടം ഇപ്പോൾ വീഴ്ത്തിക്കൊണ്ട് നേടിയെടുത്താൽ പിന്നീട് അത് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർക്കും അറിയാം. മാത്രമല്ല ജനങ്ങളുടെ മാൻഡേറ്റ് അതിനല്ല ഇന്ത്യ മുന്നണിക്ക് തന്നിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവർക്കറിയാം ഇത് ഈ കൂട്ടുകക്ഷി ഭരണം എത്രത്തോളം, കാരണം അതിന്റെ ഒരുപാട് അനുഭവങ്ങളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഈ കാര്യത്തിൽ ആരെയും സഖ്യകക്ഷിയാക്കി കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ അതിനുണ്ട്. അവരോടൊക്കെ കൂട്ടുനിന്ന പാർട്ടികളാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ഈ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു ഒക്കെ. അപ്പൊ അതുകൊണ്ട് എത്ര നാൾ ഇത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അവർ കരുതുന്നത് കിട്ടുന്ന നല്ല പന്തുകൾ നോക്കി സിക്സർ അടിക്കാം ക്രിക്കറ്റിൽ എന്ന് കരുതുന്നത് പോലെ നല്ല പന്തുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നണി സിക്സർ അടിക്കുവാൻ, ഭരണത്തെ അട്ടിമറിച്ച് മറ്റൊരു ഭരണം ഉണ്ടാക്കുവാൻ. അവിടെ അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഈ മുന്നണി മാറി മറ്റൊരു മുന്നണിയിലേക്ക് ഇവർ ചേക്കേറിയാൽ അതിന്റെ പേരുദോഷം ഇന്ത്യ മുന്നണിക്കായിരിക്കില്ല, മറിച്ച് അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറാനാണ് സാധ്യത. മറിച്ച് ഇപ്പോൾ ഒരു ശ്രമം നടത്തി ഇവരിൽ ഒരാളെയോ ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് ഇന്ത്യ മുന്നണിക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു തിരിച്ചടിയായി മാറും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി പറഞ്ഞത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞത്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിസഭ തന്നെ കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ്. അതായത് എത്ര വകുപ്പുകൾ ചോദിക്കുന്നതൊക്കെ കൊടുക്കാൻ പറ്റുമോ, ഏതൊക്കെ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ കൊടുത്താൽ ഇനി എങ്ങനെയായിരിക്കും ഇവിടെ ഇടപെടലുകൾ ഉണ്ടാകുക, പഴയതുപോലെ ഒരു നിയന്ത്രണം ഉണ്ടാവുമോ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നരേന്ദ്രമോദിക്കും ഉണ്ട് വ്യക്തിപരമായി ഈ മുന്നണി സംവിധാനത്തിൽ അങ്ങനെ അധികം എന്താ പറയുക, നേരത്തേക്ക് മുന്നണി ഉണ്ടെങ്കിലും അതൊരു അതെ ഒരു കേവല ഭൂരിപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള കളികളാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും കേന്ദ്ര രാഷ്ട്രീയത്തിലായാലും നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ എത്രത്തോളം ഇനി ആ മെയ്വഴക്കം മുമ്പുണ്ടായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് ഈ കൊയലേഷൻ പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കണ്ട് മാത്രമേ വിലയിരുത്താനാവൂ എന്നുള്ളതാണ്. അത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നന്മയാണോ മോശമാണോ എന്നൊക്കെ വരുന്ന നമ്മൾ കാത്തിരുന്ന് കണ്ടേ മതിയാവും. കാരണം ഞാനത് പ്രത്യേകമായി പറയാൻ കാരണം BJP പല തെരഞ്ഞെടുപ്പുകളിലും വോട്ട് നേടുന്നത് പ്രധാനമായും ചില ദേശീയ വിഷയങ്ങളിൽ അധിഷ്ഠിതമാണ്. അത് പുൽവാമ ആയാലും, അത് പാകിസ്ഥാൻ പ്രശ്നമായാലും, ചൈന പ്രശ്നമായാലും, വിദേശ നയമായാലും,
ഫോറിലുള്ള ഇന്ത്യൻ വ്യക്തികളായാലും രാജ്യ സുരക്ഷയായാലും വിദേശ നയമായാലും പൊക്രാനിലെ അണുസ്ഫോടനമായാലും ഇതൊക്കെ പല ഘട്ടങ്ങൾ വഴി ബി ജെ പി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിന്റെ നേട്ടം അത് ഭരിക്കുന്ന എല്ലാവരും ചെയ്തതാണ്. ഇന്ദിരാഗാന്ധി 1974 വിസ്ഫോടനം നടത്തിയിട്ടാണ് അവർക്ക് അന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇതൊക്കെ അവർക്ക് ഒരു രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കും. അപ്പൊ ഈ ദേശീയ വിഷയങ്ങളിൽ പഴയതുപോലെ ഇനി അഡമന്റായി ഇപ്പം ജമ്മു കാശ്മീരിനെ കൂടി ചേർത്തു, ഇതിലേക്ക് കൊണ്ടുവന്നു. അതുപോലൊരു പദ്ധതി, അതുപോലൊരു ശ്രമം, ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് വ്യക്തമായി പറഞ്ഞു ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് പറഞ്ഞു. അതുപോലുള്ള പദ്ധതികളുമായി ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത്. വിപ്ലവകരമായ മാറ്റങ്ങൾ ഇനി കൊണ്ടുവരാൻ സാധിക്കില്ല. വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ഒരു കൺസെൻസസിൽ പോകുന്ന മാറ്റങ്ങൾ മാത്രമേ സാധ്യമാവൂ. ചില കാര്യങ്ങളിൽ പറ്റും, എല്ലാ കാര്യങ്ങളിലും പറ്റില്ല. ഇപ്പം ജനങ്ങളുടെ പുരോഗതിയും അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നന്മയും ആവാം മോശവും ആവാം. അവർ തീരുമാനിക്കണം എല്ലാം കൂടെ ജനങ്ങളുടെ പരിസ്ഥിതി പട്ടിണി മാറ്റാൻ, ജനങ്ങളുടെ തൊഴിലില്ലായ്മ മാറ്റാൻ, ജനങ്ങളുടെ അങ്ങനെയുള്ള വികസനം കൊണ്ടുവരാൻ അതിനുവേണ്ടി സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറ്റില്ല എന്ന് പറയൂ? പറ്റില്ല എന്ന് പറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പ്രയോറിറ്റി അജണ്ടകൾ മാറും. മുൻപ് നിശ്ചയിച്ച ഏകീകൃത മനസ്വഭാവമുള്ള അല്ലെങ്കിൽ പ്രത്യക്ഷമായി വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ലക്ഷ്യം വെച്ച് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ആ അജണ്ടയ്ക്ക് കാര്യമായ വ്യത്യാസം വരും. അതേതാണ്ട് കണ്ടു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത് കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബി ജെ പിയുടെ ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിലപാടുകളിൽ ചെറിയ വിട്ടുവീഴ്ചയും അതുപോലെ നയരൂപീകരണത്തിൽ ചില ആശയക്കുഴപ്പങ്ങളും ഇനി ഭാവിയിൽ നല്ല രീതിയിൽ വെല്ലുവിളിയായി തന്നെ തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും നിലപാടുകളിലുള്ള വിട്ടുവീഴ്ച മാത്രമല്ല, ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമല്ല, നിലപാടുകളുള്ള വിട്ടുവീഴ്ചയും നയപരമായ കാര്യങ്ങളിലുള്ള സംഘർഷങ്ങളും മുന്നണികൾ തമ്മിൽ ഉണ്ടാകും. പക്ഷെ അത് ബി ജെ പിക്കുള്ളിലും അതൊരു വലിയ പ്രശ്നം. തീർച്ചയായിട്ടും. പക്ഷെ ഇത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ ആശയപരമായ ഈ നയപരമായ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു പദ്ധതി മികച്ചൊരു പദ്ധതിയായി മാറുന്നത്. ഇപ്പൊ എല്ലാവരും കരുതുന്ന ഒരു കാര്യമുണ്ട്, കൂട്ടുകക്ഷി മന്ത്രിസഭ അത്ര നല്ലതല്ല. പക്ഷെ കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിലൊന്നും ഇന്ത്യയുടെ സാമ്പത്തികപരമായ അവസ്ഥ പിന്നോട്ട് പോയിട്ടില്ല. അതിന്റെ ചരിത്ര സാമ്പത്തികപരമായ അവസ്ഥയെ കുറിച്ച് പഠിക്കുന്നവർക്ക് മനസ്സിലാവും. പണ്ട് കൊലേഷൻ പൊളിറ്റിക്സ് നിരന്തരമായ സ്ഥിരത ഉണ്ടായ സമയത്തൊന്നും ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. 90കളുടെ തുടക്കത്തിൽ അത് ഉണ്ടായത് മറ്റു പല സാഹചര്യങ്ങളും കൊണ്ടാണ്. അതുകൊണ്ട് കൂട്ടുകക്ഷി ഭരണം അത്ര മോശമൊന്നുമില്ല. മാത്രമല്ല കൂട്ടുകക്ഷി ഭരണം ചില സമയത്തൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുമുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും അത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു കൂട്ടുകക്ഷി ഭരണം കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് മോരും മുതിരയുമായിട്ടുള്ള സഖ്യങ്ങളായ സ്ഥിതിക്ക് എന്തായാലും ഈ 5 വർഷമാകുമോ എന്ന് തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഒരു പക്ഷേ ബി ജെ പിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നല്ല സാഹചര്യം വരുന്നത് വരെയെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായി പൂർണ്ണമായ കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം വരെയെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് വരികയോ അങ്ങനെയുള്ള എന്തെങ്കിലും വന്നാൽ അത് ബി ജെ പിക്ക് അനുകൂലമാണോ നിർബന്ധമൊന്നുമില്ല. അത് നമുക്ക് പറയാൻ കഴിയില്ല എങ്ങനെയാണെന്ന്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പലരും ചോദിക്കുന്നതാണ്, ഇത്രയധികം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് നേടാൻ സാധിച്ചുവെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പരിശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ത്യ പിടിക്കാമായിരുന്നു. അത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം നമ്മള് ഇപ്പൊ മമതാ ബാനർജിയൊക്കെ ഇപ്പൊ പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ കുറച്ചുകൂടെ വിട്ടുവീഴ്ച പിന്തുണ എന്ന രീതിയിൽ. അതെ, തീർച്ചയായിട്ടും. അത് ആദ്യ മീറ്റിംഗിൽ അവർ പോലും പോയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കുറെ കൂടി വിട്ടുവീഴ്ചകൾക്ക് ഒരുപക്ഷെ കോൺഗ്രസ് തയ്യാറായിരുന്നുവെങ്കിൽ റിസൾട്ട് കുറെ കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അത് തന്നെ പലരുമായിട്ട് കൂട്ടുകൂടുതലിന് മാറി നിന്ന അവസ്ഥകളുണ്ട്. കോൺഗ്രസ് ഉത്തർപ്രദേശ് പിടിച്ചത് എങ്ങനെയാണ്? കോൺഗ്രസ് ഉത്തർപ്രദേശ് പിടിച്ചത് നന്നായി അഖിലേഷ് യാദവുമായി ചേർന്ന് സഖ്യം ഉണ്ടാക്കുകയും ആ സഖ്യം എല്ലാ അർത്ഥത്തിലും ഭംഗിയായിട്ടൊരു കൊലേഷനായി വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് 2 യുവ നേതൃത്വത്തിന് അവിടെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വളരെ വലിയ ഒരു നേട്ടമാണ്, വളരെ വലിയ നേട്ടമാണ്. അപ്പൊ അങ്ങനെ കൊയലേഷൻ വന്ന പല സ്ഥലത്തും അവർക്ക് ഭംഗിയായി തിരിച്ചൊടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അത് 400 സീറ്റുകളോളം നേരത്തെ മത്സരിച്ച കോൺഗ്രസിന് ഇത്തവണ 300 സീറ്റുകളിലേക്ക് ചുരുങ്ങി മത്സരിക്കേണ്ടി വന്നു. പക്ഷെ അതിന്റെ മെച്ചം അവർക്ക് സ്വന്തമായിട്ടും കിട്ടി എന്നുള്ളതാണ്. 99 സീറ്റുകളിലേക്ക് അവർ മാറി വന്നില്ല. അതൊരു വലിയ വിജയമാണോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? മുന്നണി സംവിധാനം എന്നുള്ള 24ലേക്ക് 240ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ എന്നെ പ്രതീക്ഷിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർ കുറെ കൂടി മെച്ചപ്പെട്ട തരത്തിലുള്ള ഒരു കൊയലേഷൻ അവരുടെ കൊയലേഷൻ പൂർണ്ണമായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞതായിരുന്നു. നേരത്തെ ഒരു സഖ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഉള്ള സഖ്യങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു പലയിടത്തും. അതൊക്കെ മത്സരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അജണ്ടകളെങ്കിലും പരസ്പരം ഒന്നിച്ചാകണ്ടേ? ഇപ്പൊ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടാകാം, പക്ഷെ അതൊക്കെ പബ്ലിക്കിനിടയിലേക്ക് പോകാതെ ഒരു കോമൺ തെരഞ്ഞെടുപ്പ് മിനിമം കോമൺ പരിപാടി ഉണ്ടാക്കി മത്സരിക്കുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിൽ ശക്തമായ പോരാണ് നടന്നത്. ഇത് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ വലിയ ചർച്ചയാകും.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് മാത്രമല്ല, ഒരു വിഭാഗം ജനതയുടെ ഈ വോട്ട് എങ്ങോട്ട് ചെയ്യണമെന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ ഇതര സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കാം. ഇവിടെ വലിയ പ്രശ്നമില്ല, കാരണം ഇവിടെ ഇടതല്ലെങ്കിൽ വലതെന്ന് കുറെ നാളൊരു ബൈപോളാർ പൊളിറ്റിക്സിൽ പോയതാണ് നമ്മുടെ കേരള രാഷ്ട്രീയം. മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പ്രാദേശിക കക്ഷികളുണ്ട്, ദേശീയ കക്ഷികളുണ്ട്, ഒരു കോമ്പിനേഷൻ കാണാൻ കഴിയും. അവിടെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് ചില ജനവിഭാഗങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ചില മതവിഭാഗങ്ങൾക്കിടയിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൺഫ്യൂഷനും ഇന്ത്യ മുന്നണിക്ക് ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. എന്നാൽ BJP യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. അതവർക്ക് നേട്ടമാണ്. അതുകൊണ്ടാണ് പല തെരഞ്ഞെടുപ്പുകളിലും രാഹുൽ ഗാന്ധി ഇവിടെ പറയുന്ന അഭിപ്രായമല്ല തമിഴ്നാട്ടിൽ പറയേണ്ടി വരുന്നത്, തമിഴ്നാട്ടിൽ പറയുന്ന അഭിപ്രായമല്ല ഉത്തർപ്രദേശിൽ പറയേണ്ടി വരുന്നത്. ആ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു കാരണം ഇതാണ്. അപ്പൊ നരേന്ദ്രമോദി അത് ചെയ്യുന്നത് വേറെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും അഭിപ്രായങ്ങൾ അദ്ദേഹം ഒന്നുകിൽ രൂഢമാക്കുകയോ അല്ലെങ്കിൽ ഒരു അല്പം ഡൈല്യൂട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ അല്പം വെള്ളം ചേർത്ത് പറയുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പിനെ നന്നായി പഠിച്ചതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയ ആ ഒരു തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അവിടുത്തെ ഇടതുപക്ഷത്തിനൊക്കെ സംഭവിച്ച പരാജയം നോക്കൂ. അപ്പൊ സീറ്റിന്റെ എണ്ണമൊക്കെ എടുത്ത് നോക്കിയാൽ പരാജയിച്ചിട്ടുണ്ട്. നേരത്തെ 3 സീറ്റിൽ നിന്ന് 4 സീറ്റാക്കാൻ CPM കഴിഞ്ഞിട്ടുണ്ട്. 2 സീറ്റ് ഉണ്ടായിരുന്ന CPI 2 സീറ്റ് നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പറയാം വോട്ടിംഗ് പൊളിറ്റിക്സിൽ. പക്ഷെ ഇതൊക്കെ അവരുടെ കാര്യമാത്രമായിട്ടുള്ള വോട്ട് ശതമാനത്തിൽ വലിയ ചോർച്ച ഇടതുപക്ഷത്തിനൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിലുള്ള രാഷ്ട്രീയം ഒരു പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, അല്ല ഇടതുപക്ഷമല്ല, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി മാറി രാഷ്ട്രീയത്തിലേക്ക് വിശാലമായ തരത്തിൽ വളർന്നു വരാൻ കിട്ടുന്ന ഒരു സാഹചര്യമാണിത്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഇപ്പൊ തുടക്കത്തിൽ അവർക്ക് പിഴച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും. കാരണം തുടക്കത്തിൽ ഒരുപക്ഷെ ഈ മുന്നണി സംവിധാനത്തെ, BJP മുന്നണി സംവിധാനത്തെ അട്ടിമറിച്ച്, NDA അട്ടിമറിച്ച് അവിടെ നിന്ന് ഘടകകക്ഷികളെ ഊരിക്കൊണ്ടൊക്കെ വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് നരേന്ദ്രമോദി കുതിരക്കച്ചവടം നടത്തുന്നതിനേക്കാൾ മറ്റുള്ളവരാണ് കുതിരക്കച്ചവടം നടത്താൻ മിടുക്കൻ എന്ന് മറ്റുള്ളവർ ആരോപണം ഉന്നയിച്ചേനെ. ആ അവസരം കോൺഗ്രസ് നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായി കോൺഗ്രസ് പാർട്ടിക്ക് വരുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ രാഹുൽ ഗാന്ധി ഒരു മാറി വരുന്ന നേതൃത്വത്തിന്റെ, രാഹുൽ ഗാന്ധിയുടെ പഴയ കാര്യങ്ങളിലുള്ള ഒരു കുറെ കൂടി മെച്യൂർ ആയിട്ടുള്ള ഒരു പക്വതയോടുകൂടി കാര്യങ്ങളെ കാണുന്നതിന്റെ ഒരു ലക്ഷണമാണ്. മാത്രമല്ല മുമ്പൊക്കെ കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന ദേശീയ നേതൃത്വം എന്ന് പറയുന്നത് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അത്ര പരിഗണിച്ചിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അതിൽ എത്രത്തോളം പരിഗണന കൊടുത്തു, എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് നമുക്കറിയാം. ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും. മറ്റേത് രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള ശേഷിയുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഇനി മുതൽ ആ ചോദ്യം ഉണ്ടാകില്ല എന്നുള്ളതും ചോദ്യം തന്നെ അപ്രസക്തമായി മാറിയിരിക്കും, അപ്രസക്തമാകുന്നു. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, വളരെ പ്രായത്തിൽ കുറഞ്ഞ അഖിലേഷ് യാദവ് നടത്തുന്ന പ്രകടനം കണ്ടില്ല. അപ്പൊ അവര് തമ്മിൽ നല്ലൊരു കൊയലേഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ പലരുമായിട്ടും അങ്ങനെ ഒരു കൊയലേഷൻ ഉണ്ടാക്കുവാൻ രാഹുൽ ഗാന്ധി പരിശ്രമിക്കുന്നു എന്നുള്ളത് വലിയൊരു മെച്ചം കൂടിയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UP യിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇന്ത്യ മുന്നണി അവിടെ നടത്തുന്നത്. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകളൊക്കെ വന്നിരുന്നെങ്കിലും നമ്മളൊക്കെ പലപ്പോഴും പറയേണ്ടത് ഹിന്ദി ഹൃദയഭൂമിയിൽ നേരിയ തിരിച്ചടി നേരിടാം. നേരിയ തിരിച്ചടി നമ്മൾ കരുതിയുള്ളൂ, പക്ഷെ ഇത് വലിയ തിരിച്ചടിയാണ്. അപ്പൊ തിരിച്ചടി നേരിടാം എന്ന് പറയാൻ നമുക്ക് കിട്ടിയ ഒരു ബലം എന്ന് പറയുന്നത് അവിടുത്തെ നയപരമായ കാര്യങ്ങളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ വന്ന, അതൊരു സമീപനങ്ങളിൽ വന്ന വ്യത്യാസമാണ്. ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞല്ലോ, അതായത് 400 സീറ്റ് എന്നുള്ള പ്രഖ്യാപനം വലിയ തോതിൽ BJP യെ തിരിച്ചടിച്ചു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 400 എന്തിന്, അതൊരു അമിത മോഹമല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഈ പ്രതിപക്ഷം നല്ല കുറിക്കുകൊള്ളുന്ന അജണ്ടയുമായിട്ടാണ് വന്നത്. അതായത് 400 സീറ്റ് കിട്ടിയ ചോദിക്കുന്നത് സംവരണം ഇല്ലാതാക്കാനും ഇപ്പോഴുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താനുമാണ്, ഭരണഘടനയെ മാറ്റി എഴുതാനെന്നുള്ള അജണ്ട. അംബേദ്കർ എഴുതിയ ഭരണഘടനയെ മാറ്റി എഴുതാനാണ്. ഈ അംബേദ്കർ എഴുതിയ ഭരണഘടന എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു സെൻസിറ്റിവിറ്റി ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനതയുടെ വോട്ട് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് മാറ്റി എഴുതാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ അങ്ങനെ വേണ്ട എന്നാണ് ജനങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. അത് കുറിക്ക് കൊണ്ടു എന്നുള്ളത് വാസ്തവമാണ്. മറ്റൊന്ന്, യോഗി ആദിത്യനാഥിന് പ്രധാനമായും സ്വാധീനിക്കാൻ കഴിയുന്ന പല മേഖലകളിലും വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ടെന്നൊരു ചോദ്യമാണ്. ഞാനിപ്പോഴും കരുതുന്നില്ല അത് യോഗി ആദിത്യനാഥ് ഏതെങ്കിലും തരത്തിൽ അവിടെ വോട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊന്നും കരുതുന്നില്ല. പക്ഷെ അതിന് ബദലായി, അതിനൊക്കെ ഉപരിയായി യോഗി ആദിത്യനാഥിന് മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അത് എന്താണെന്ന് വരും ദിവസങ്ങളിൽ എന്തായാലും എത്തും. ആ അഭ്യൂഹങ്ങളൊക്കെ തന്നെ പുറത്തെത്തും. അതൊന്നും നമ്മൾ അഭ്യൂഹങ്ങളായി തന്നെ നിൽക്കട്ടെ. നമ്മളത് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല, നല്ലതുമല്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തെളിവുകളില്ലാതെ അത്തരം കമന്റുകൾ നമ്മൾ പറയുന്നത്. എന്തായാലും ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ജാതി സെൻസസും അതുപോലെ തന്നെ ചില സ്ഥാനാർത്ഥികളെ കാര്യത്തിലുണ്ടായിരുന്ന അതൃപ്തിയും ഒരു വിഭാഗം ജനവിഭാഗങ്ങൾക്കിടയിലെ വോട്ടുകൾ എതിരാക്കുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ അവർക്ക് എതിരായി മാറിയിട്ടുമുണ്ട്.
അപ്പൊ അത് ആ പൾസ് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അവിടെ എനിക്ക് സംഘടനാപരമായി തന്നെ ചെറിയ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് വരുംകാല രാഷ്ട്രീയത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും കുറച്ചുകൂടി സീറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ സീറ്റ് ഗതി മാറിയില്ലേ? തീർച്ചയായും. അപ്പൊ 200 നമ്മൾ ഈ എക്സിറ്റ് പോളുകളെല്ലാം കുറ്റം പറയുമ്പോഴും ഇവിടെ നിന്നൊരു 40 സീറ്റിന്റെ വ്യത്യാസം വന്നാൽ മാറിയില്ലേ ഗതി? ശരിയാണ്. അപ്പൊ ആ 40 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അത്ര 37 സീറ്റാണ് എസ് പിക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടില്ല. അവിടെ മാത്രമാണോ? ഉത്തർപ്രദേശിൽ നേരെ പകുതിയായി നേരത്തെ ഉള്ള സീറ്റ്. 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ അപരാധികളുമായി സഖ്യം ചേർന്ന് 64 സീറ്റാണ് നേരത്തെ എൻ ഡി എക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് അതിന്റെ നേരെ പകുതി താഴോട്ട് ഇപ്പം വന്നേക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായി നേടിയ തിരിച്ചടികൾ. അതേപക്ഷം ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിടും എന്ന് പറയുന്ന കർണാടകയിൽ പോലും സംഭവിച്ചിട്ടില്ല. കർണാടകയിൽ ബി ജെ പി നേരിടും. ഡൽഹിയിലും നമ്മൾ നേരത്തെ എല്ലാവരും പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ഡൽഹി തൂത്തു വരും നമ്മൾ പറഞ്ഞാണ്. കൂടി വന്ന് ചിലപ്പോൾ ഒരു സീറ്റ് പോകുമെന്ന് പറഞ്ഞു. അതുപോലും ഉണ്ടായില്ല. കാരണം ഡൽഹി രാഷ്ട്രീയം മറ്റൊരു തരത്തിലാണ് മൂവ് ചെയ്തത്. അവിടെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ അടികളായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എതിർക്കുന്ന സംഘടനാ സംവിധാനം ഇതിനേക്കാൾ മോശമായാൽ എങ്ങനെ കാര്യങ്ങൾ ശരിയാവുന്നത്? ഡൽഹിയിൽ എല്ലാവരും പറഞ്ഞു ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങി അദ്ദേഹത്തിനെതിരെ നടത്തിയ രാഷ്ട്രീയ കൂടാലോചനയാണ്, അതുകൊണ്ട് ഡൽഹി മുഴുവൻ ഇപ്പം മാറും എന്ന് പറഞ്ഞു. അന്നേരവും നമ്മൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ഡൽഹി മാറാൻ സാധ്യതയില്ല. കാരണം കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ PCC അധ്യക്ഷൻ രാജിവെച്ചു. അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പൊ ആം ആദ്മി പാർട്ടിയുമായി കൂട്ടുകെട്ടിയതിനെതിരെ ഒരു വിഭാഗം ജനങ്ങൾ രംഗത്ത്, അവിടുത്തെ ആളുകൾ രംഗത്തുണ്ട്. കാരണം തലേ ദിവസം വരെ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുമായി സഖ്യം ചേർന്നതിൽ അമർഷമുണ്ട്. അതിനൊക്കെ ഉപരി അവസാനം ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒക്കെ വലിയ പ്രശ്നങ്ങളാണ്. ആം ആദ്മി പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളൊക്കെ അത് അവസാനം വളരെ ഇതായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഡൽഹിയുടെ റിസൾട്ട് നമുക്ക് അറിയായിരുന്നു. എനിക്കൊന്ന് അപ്രതീക്ഷിതമായി വന്നൊരു പുരോഗതി കർണാടകയിലെ തന്നെയാണ്. കർണാടകയിലും ഏറെക്കുറെ ബി ജെ പിക്ക് ഒരു പക്ഷേ നേട്ടം കിട്ടാമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ ഉത്തർപ്രദേശ് എല്ലാവരും അംഗീകരിക്കും, ഒരേപോലെ അംഗീകരിക്കുന്നു. പക്ഷെ വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് ഉള്ള ചില അക്കാദമീഷ്യന്മാരുമായിട്ടൊക്കെയുള്ള സംസാരത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ യോഗി ആദിത്യനാഥ് പാരപണിഞ്ഞു, പച്ചവെള്ളത്തെ എങ്ങനെയാണല്ലോ പറയാം, യോഗി ആദിത്യനാഥ് പാരപണിഞ്ഞു, ബി ജെ പിയുടെ അവസരം നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ അത് കുറച്ചു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. വളരെ കൃത്യമായി പറയുന്നത് ബി ജെ പിയുടെ ചില നയങ്ങൾ ഒരുപക്ഷെ മുൻകാലെ കൂട്ടി പറഞ്ഞത് അവിടെ തിരിച്ചടിക്കുള്ള കാരണമായി മാറി. അത് പ്രത്യേകമായി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് ബി ജെ പി വിരുദ്ധമായി കാരണമായി എന്നുള്ളതാണ്. അത് ബി ജെ പിയെ ഭംഗിയായി അവിടെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഒരുപാട് സ്വാധീനമുള്ള മേഖലകളിൽ ആ വോട്ടുകൾ കുറഞ്ഞുപോയി എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ മാറിവയ്ക്കണം, നേരത്തെ ബി ജെ പിയോടൊപ്പം ഒരു പൂർണ്ണ ശിവസേന ഉണ്ടായിരുന്നു. അതെ, ആ പൂർണ്ണ ശിവസേന ഇല്ല എന്നുള്ളത് ബി ജെ പി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാരണങ്ങൾ കൂടി പരിശോധിക്കണം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന്. 2 സഖ്യങ്ങളാണ് അവിടെ ബി ജെ പി ഉള്ളത് പ്രധാനമായിട്ടും. അതൊന്ന് പിന്നെ ഉദ്ധവ് ഷിൻഡെ വിഭാഗത്തിന്റെ ശിവസേന സഖ്യവും മറ്റൊന്ന് അജിത് പവാറിന്റെ സഖ്യവുമാണ്. അജിത് പവാറുമായിട്ടുള്ള കൂട്ടുകെട്ട് തെരഞ്ഞെടുപ്പിൽ എത്ര ഗുണം ചെയ്തു എന്ന് ഇപ്പൊ നമ്മൾ കണ്ടതാണ്. അതിനും ശരിക്കും അതിന് ബി ജെ പിക്ക് എതിരെ ഒരു വികാരമാണ് ഉണ്ടാകുന്നത്. അത് കൂട്ടുകെട്ട് ദോഷം ചെയ്തു എന്നാണ്. കാരണം പാർട്ടി ഉണ്ടാക്കിയ ആളിൽ നിന്ന് പാർട്ടി തട്ടിപ്പറിച്ചുകൊണ്ടുപോയി എന്നൊരു വിമർശനം ബി ജെ പിക്ക് എതിരെ വന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നയപരമായ പ്രശ്നം, കൂട്ടുകെട്ടിലുണ്ടാകുന്ന പ്രശ്നം, പൂർണ്ണ ശിവസേന ഒപ്പം ഇല്ലാതെ വന്നത്, ഇതെല്ലാം ബി ജെ പിയെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ആദിത്യനാഥിന്റെ പ്രശ്നം കൊണ്ടാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് കാരണം അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ആദ്യം ഏറ്റെടുക്കേണ്ടി വരുന്നത് ആദിത്യനാഥിനാണ്. ഒക്കെ രാഷ്ട്രീയത്തിൽ അതേ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അത്ര നമ്മൾ സങ്കുചിതമായിട്ടല്ല, കുറച്ചുകൂടെ വിശാലമായി അക്കാദമികമായി പരിശോധിച്ചാൽ ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് ബി ജെ പിയിലെ തിരിച്ചടിക്ക് കാരണമെന്നാണ്. അവിടുത്തെ ന്യൂനപക്ഷ OBC വോട്ടുകൾ ബി ജെ പി വിരുദ്ധമായി കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അത് ബി ജെ പിക്ക് വളരെയധികം ദോഷം ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഇന്ത്യൻ രാഷ്ട്രീയം കാണാൻ പോകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ദേശീയ തലത്തിൽ വളരെയധികം ഇപ്പം സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോലും സീറ്റുകൾ നേടി വന്ന ഒരു ദേശീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കേരളത്തിന്റെ ഇന്ത്യയുടെ ആ പ്ലൂറൽ വൈജാത്യങ്ങളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ ഭൂമികയിലേക്ക് ഒരു രാഷ്ട്രീയവുമായി പ്രവേശിക്കുകയാണ്. അത് എൻ്റെ അർത്ഥം മുമ്പൊന്നവർക്ക് കോയലേഷൻ ഉണ്ടായിരുന്നില്ല എന്നല്ല, ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ അവർക്കൊരു സേ ഉണ്ടായിരുന്നു, അവർക്ക് പറയാൻ കഴിയുമായിരുന്നു, മേൽക്കൈ ഉണ്ടായിരുന്നു. ഇവിടെ ആ മേൽക്കൈ ഇല്ല എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് മാത്രമല്ല ആ മേൽക്കൈ നഷ്ടപ്പെടുന്നതിന് കാരണം ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു അവസരം ഉണ്ടെന്നുള്ളത്. മുമ്പ് അങ്ങനല്ല, ഓപ്പോസിറ്റ് സൈഡിൽ അവസരമില്ല. ഇപ്പൊ ഇവിടെ കിടന്ന് ബാർഗൈൻ ചെയ്യാലും അവിടെ കിടന്ന് ബാർഗൈൻ ചെയ്യാം എന്നേ ഉള്ളൂ. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ അങ്ങോട്ട് ചാടിപ്പോയാലും ചില അവസരങ്ങളൊക്കെ അവരെ തേടിയെത്താൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ രാഷ്ട്രീയത്തിന്റെ മാറ്റങ്ങൾ അത് ഗുണപരമായി നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. ശരി, വളരെ വ്യക്തമാണ്. വളരെ കൃത്യമായുള്ള ഒരു വിശകലനം തന്നെയാണ് നമുക്ക് ഡോക്ടർ അനിൽകുമാർ നൽകിയിരിക്കുന്നത്. നന്ദി.